ചിത്രവിലാസം ബോയ്സിലെ അധ്യാപകരിൽ പലരും ആത്മഹത്യയുടെ വക്കിലാണ്. ഫിക്സേഷൻ ഇല്ലാതെ എങ്ങനെയാണ് പരീക്ഷ നടത്തുക? എങ്ങനെയാണ് ഇത്രയും കുട്ടികൾ പഠിക്കുക? ഈ ചോദ്യത്തിനൊന്നും ഉത്തരമില്ല. കെട്ടിടത്തിന് ചട്ടങ്ങളുണ്ട്, എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ ചട്ടങ്ങളുണ്ട്. അധ്യാപകർക്ക് ശമ്പളം തരാൻ മാത്രം ഒരു വ്യവസ്ഥയും ഈ നാട്ടിലില്ലേ? കുട്ടികളെ പഠിപ്പിക്കുന്നവരെ പാഠം പഠിപ്പിച്ച് സ്കൂൾ മാനേജ്മെന്റ്. ജീവിതം വഴിമുട്ടിയ അധ്യാപകർ പുസ്തകങ്ങൾ മാറ്റിവെച്ച് മുഷ്ടി ചുരുട്ടി സമരം വിളിക്കേണ്ട ഗതികേടിൽ. തിരുവനന്തപുരം ജില്ലയിൽ ചിറയൻകീഴിലാണ് അധ്യാപകരുടെ വയറ്റത്തടിക്കുന്ന മാനേജ്മെന്റ് നിലപാട്. ചിറയൻകീഴ് നോബൽ ഗ്രൂപ്പ് ഓഫ് സ്കൂളിന് കീഴിലുള്ള ശ്രീ ചിത്രവിലാസം ശാരദവിലാസം സ്കൂളിലെ 33ഓളം അധ്യാപകരാണ് 5 മാസത്തോളമായി ശമ്പളം കിട്ടാതെ ബുദ്ധിമുട്ടുന്നത്. മാനേജ്മെന്റിനോട് ചോദിച്ചു മടുത്തവർ സ്കൂളിന് മുന്നിൽ കൈയുയർത്തി സമരം വിളി തുടങ്ങി. 2023 സെപ്റ്റംബർ മാസം മുതൽ ഇവർക്ക് ശമ്പളാനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച മുതലാണ് ഞങ്ങൾ പരസ്യമായിട്ട് രംഗത്തിറങ്ങി. അതിനകം വെച്ച് പലവിധ ഓഫീസുകളിൽ പലവിധ നിവേദനങ്ങൾ കൊടുത്ത്, പലവിധ അപേക്ഷകൾ കൊടുത്ത്, പലവിധ പരാതികൾ കൊടുത്ത് തളർന്നുപോയി. ഞങ്ങളെ കൊണ്ട് ഇനിയും സഹിക്കാൻ പറ്റുന്നില്ല. ഈ കഴിഞ്ഞ 5 മാസം എങ്ങനെ കഴിഞ്ഞു പോയി എന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. ഞങ്ങളുടെയൊക്കെ കൂട്ടത്തിലെ ഒറ്റ ആളിന്റെ വരുമാനത്തിൽ ജീവിക്കുന്നവരുണ്ട്. അവരുടെയൊക്കെ വീട് എങ്ങനെ കഴിഞ്ഞു പോകുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല. അവർക്കും ഈ ഇവിടുത്തെ കുട്ടികളെ പോലെ തന്നെ ഞങ്ങൾക്കും ഉണ്ട് മക്കള്. പക്ഷെ ഈ കഴിഞ്ഞ 5 മാസവും ഞങ്ങൾ സഹനത്തിന്റെ ഒരു പാതയിലായിരുന്നു. കാരണം ഞങ്ങളുടെ മുന്നിലിരിക്കുന്ന SLC കുട്ടികൾ എന്നതൊരു വലിയ വിഷയമായിരുന്നു. അവരെ പഠിപ്പിച്ച് റിവിഷനും നടത്തി അവർക്ക് IT മോഡൽ എക്സാമും കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞങ്ങൾ ഒരു സമരത്തിന്റെ പാതയിലേക്ക് ഇറങ്ങിയുള്ളൂ. ഇനി ഇറങ്ങാതിരിക്കുക എന്ന് പറയുന്നത് ഞങ്ങളുടെ കുടുംബത്തോടും ഞങ്ങളോടും കാണിക്കുന്ന ഒരു നീതി നിഷേധമായി പോകും. ഇവരെല്ലാവരും ഞങ്ങൾ ഇത്രയും പരാതികൾ കൊടുത്തു, ഇത്രയും അപേക്ഷകൾ കൊടുത്തു, എവിടെ നിന്നും ഒരു ഇത് വരുന്നില്ല എന്ന് പറയുന്നത് ഞങ്ങളിൽ ഒന്നിനെ ഹോമിക്കാൻ വേണ്ടിയാണ് ഇവരെല്ലാവരും കാത്തു നിൽക്കുന്നത്. എന്നാണ് ഇനി ഞങ്ങൾക്ക് ബാക്കി എല്ലാത്തിനും വ്യവസ്ഥയുണ്ട്. കുട്ടികളെ നോക്കാൻ ഇതുണ്ട്, കെട്ടിടത്തിന് ചട്ടങ്ങളുണ്ട്, എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ ചട്ടങ്ങളുണ്ട്. അധ്യാപകർക്ക് ശമ്പളം തരാൻ മാത്രം ഒരു വ്യവസ്ഥയും ഈ നാട്ടിലില്ലേ? ചിറയൻകീഴ് ഗ്രാമപഞ്ചായത്തിൽ നിന്നും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതിനാൽ ആറ്റിങ്ങൽ DO ഫിക്സേഷൻ നടപടികൾ നാളിതുവരെയും നടത്തിയിട്ടില്ലെന്നും ഇക്കാരണത്താലാണ് ശമ്പളാനുകൂല്യങ്ങൾ തടഞ്ഞതെന്നും അധ്യാപകർ പറയുന്നത്. പലതരത്തിലുള്ള അല്ലെങ്കിൽ പല വിഭാഗത്തില് പരാതികൾ കൊടുത്ത് ബോധ്യപ്പെടുത്തി ചെന്ന് കണ്ട് ഇങ്ങേറ്റം വിദ്യാഭ്യാസ സെക്രട്ടറിയെ വരെ ബോധ്യപ്പെടുത്തിയ കാര്യമാണ്. പക്ഷെ ഇതുവരെയും ഒരു തരത്തിലുള്ള നീക്കങ്ങളും നടപടികളും ഉണ്ടായിട്ടില്ല. 5 മാസം അല്ലെങ്കിൽ 6 മാസമാകുന്നു ശമ്പളം കിട്ടിയിട്ട്. ഞാൻ ഉൾപ്പെടെ ഉള്ളവർ ഇതിന്റെ ഭാഗമായിട്ട് മാറുന്നു. 6 മാസമായിട്ട് ശമ്പളം കിട്ടാത്ത അധ്യാപകരെ എങ്ങനെയാണ് ജീവിക്കുക എന്നും അവരുടെ കുട്ടികളെ എങ്ങനെയാണ് വളർത്തുക എന്നുള്ളതും നമ്മുടെ പൊതുസമൂഹം മാത്രമല്ല വിദ്യാഭ്യാസ വകുപ്പ് ഉൾപ്പെടെ എല്ലാവരും, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള എല്ലാവരും ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇത് ഇവിടെ മാത്രമുള്ളൊരു പ്രശ്നമല്ല. നേരത്തെ ഷാജി സാർ പറഞ്ഞതുപോലെ SSV GHS അതുപോലെ തന്നെ പനയാറ സ്കൂളിൽ ഇവിടെയൊക്കെയും അധ്യാപകർ ശമ്പളം കിട്ടാത്തവരായിട്ട് ഇന്നുണ്ട്, ഞാൻ ഉൾപ്പെടെ ഉണ്ട്. പക്ഷേ ഇത് ഈ ഒരു സമൂഹം മൊത്തമായിട്ട് കിട്ടാത്തത് കൊണ്ട് അവരിങ്ങനെ സമരത്തിലോട്ട് ഇറങ്ങുകയും ബാക്കിയുള്ളവർ അനാഥമായി നിൽക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇന്നുള്ളത്. ഇവിടെ തന്നെ അപ്രൂവൽ ആവാത്ത ഒരുപാട് അധ്യാപകരുണ്ട്. അവരൊന്നും ഇതിനെക്കുറിച്ച് അറിയുന്നില്ല എന്നുള്ളതാണ് പരമാർത്ഥം. ഇത് നമുക്ക് വേണ്ടി മാത്രമുള്ളൊരു അവസ്ഥയാണ് എന്നുള്ളതാണ് അവരുടെ ചിന്താഗതി. പക്ഷെ അങ്ങനെയല്ല. ഇത് അവർ നാളെ അപ്രൂവൽ ആവുമ്പോൾ അവർ ഈ അവസ്ഥയിൽ വന്ന് തട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിലോട്ട് കാര്യങ്ങൾ മാറും. 10ാം ക്ലാസ്സിലെ പരീക്ഷ നടത്തണമെങ്കിൽ ഇവിടെ ഫിക്സേഷൻ കിട്ടേണ്ടതായിട്ടുണ്ട്. ഫിക്സേഷൻ ഇല്ലാതെ എങ്ങനെയാണ് പരീക്ഷ നടത്തുക? എങ്ങനെയാണ് ഇത്രയും കുട്ടികൾ പഠിക്കുക? ഈ ചോദ്യത്തിനൊന്നും ഉത്തരമില്ല. 2022-23 മുതൽ ഞാൻ ശമ്പളം മേടിക്കുന്നുണ്ട് എങ്കിലും അത് അനധികൃതമായിട്ടാണ് എന്നാണ് DO ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ആരാണ് ഇതിന് തടയിടേണ്ടത് എന്നുള്ളത് അവർക്ക് ഇപ്പോഴും ബോധ്യമില്ലാത്ത കാര്യമാണ്. ഈ മേലുദ്യോഗസ്ഥന്മാരുടെ ഒത്താശയോടുകൂടി തന്നെയാണ് നമ്മൾ ഇതെല്ലാം ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ നമുക്ക് ശമ്പളം തന്നിട്ടുള്ളത്. എന്നിട്ട് നമ്മളോട് വീണ്ടും ചോദിക്കുന്നു, നിങ്ങൾ എന്തിന് ശമ്പളം മേടിച്ചു എന്നുള്ളതാണ് ചോദ്യം. നമ്മളെ വഴിയാധാരമാക്കിക്കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ ഒന്നും തന്നെ നോക്കാതെ നിയമപരമായിട്ട് ചെയ്യാനുള്ളത് സമയത്ത് ചെയ്യാതെ ഇത്രയും രൂക്ഷമായ ഒരവസ്ഥയിലേക്ക് അധ്യാപകരെ അതുപോലെ തന്നെ ജീവനക്കാരെ, പ്രധാനമായിട്ട് പറയേണ്ട ഒരു കാര്യമാണ്, മറ്റ് ജീവനക്കാരെയും തള്ളിവിട്ടുകൊണ്ടുള്ള ഈ നടപടി അടിയന്തരമായിട്ട് പുനഃപരിശോധിച്ചുകൊണ്ട് ഗവൺമെന്റ് ചെയ്യാനുള്ളത്, അധ്യാപകർക്ക് അനുകൂലമായിട്ട് ചെയ്യാനുള്ള നടപടികളൊക്കെ തന്നെ ചെയ്തുകൊണ്ട് വളരെ അടിയന്തരമായി ശമ്പളം തന്ന് നമ്മുടെ സേവന വ്യവസ്ഥകളും ജീവന വ്യവസ്ഥകൾ മാത്രമല്ല സേവന വ്യവസ്ഥകൾ കൂടി അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് KPSTയുടെ ഒരു എളിയ പ്രവർത്തനം എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്. തുച്ഛമായ ശമ്പളം കൊണ്ട് കുടുംബം നോക്കുന്ന അധ്യാപകർ ഉള്ള വരുമാനം കൂടി തടസ്സപ്പെട്ടതോടെ എന്തു ചെയ്യുമെന്നറിയാത്ത അവസ്ഥയിലാണ്. നോബൽ ഗ്രൂപ്പ് ഓഫ് സ്കൂൾസിലെ ശാരദവിലാസം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മാസ്റ്ററാണ് ഞാൻ. ശരിക്കും ഇത് ബോയ്സ് സ്കൂളിനെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല, ഈ ഗ്രൂപ്പ് ഓഫ് സ്കൂളിൽ വരുന്ന എല്ലാ വിദ്യാലയങ്ങളെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം തന്നെ ഇവിടുത്തെ ഒരു ബിൽഡിങ്ങിനുള്ള ഫിറ്റ്നസ് വെച്ചാണ് ഫിക്സേഷൻ ഇറക്കിയത്. പക്ഷെ ഈ വർഷം
അതുപോലും പരിഗണിക്കാതെ ഫിക്സേഷൻ എന്ന് പറയുന്ന സാധനമേ ഈ വർഷം ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഇന്ന് കേരളത്തിലെ വിദ്യാലയങ്ങൾ എന്ന പട്ടികയിൽ നോക്കിയാൽ നമുക്ക് ഈ സ്കൂളിൽ നിന്ന് കാണാൻ പറ്റില്ല. കാരണം ഫിക്സേഷൻ ഇറങ്ങിയിട്ടില്ല ഈ സ്കൂളിൽ. അതിന്റെ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഗേൾസ് സ്കൂളിലും പനേറ ഈ ഗ്രൂപ്പിൽ വരുന്ന പനേറ SNV ഹൈസ്കൂളിലും ഇരിക്കുന്ന അധ്യാപകർക്കും ശരിക്കും ശമ്പളം തടയേണ്ടതാണ്. ഇപ്പോൾ ഇന്നലെ തന്നെ DOയുടെ ഒരു ഉത്തരവ് ഞങ്ങൾക്ക് എല്ലാ ഹെഡ് മാസ്റ്റർ പ്രഥമാധ്യാപകർക്കും കിട്ടിയിട്ടുണ്ട്. അപ്പം അതിനകത്ത് ഈ സ്കൂളിലെ സീനിയർ ആയിട്ടുള്ള അധ്യാപകരുടെ സീനിയോറിറ്റി ഓവർലുക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ മറ്റ് 2 സ്കൂളുകളിൽ നിൽക്കുന്ന അധ്യാപകർക്ക് ശമ്പളം മാറിക്കൊടുത്തതിന് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ഡ്രോയിങ് ആൻഡ് ഡിസ്ബേഴ്സിംഗ് ഓഫീസർ കൂടിയായ താങ്കളുടെ ഭാഗത്തു നിന്നുള്ള ഗുരുതരമായ വീഴ്ചയാണ്. ഇത്തരത്തിൽ ശമ്പളം അനുവദിച്ചു കൊടുത്തതിന് വ്യക്തമായ വിശദീകരണം ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. ഇത് വളരെ എല്ലാ സ്കൂളുകളിലെയും അധ്യാപകരെ ഒരു 100-200ഓളം വരുന്ന കുടുംബങ്ങളെ ബാധിക്കുന്ന ഒരു വലിയ വിഷയമാണ്. ഇത് സമൂഹം ഏറ്റെടുക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇവിടെ ശരിക്കും ചിത്രവിലാസം ബോയ്സിലെ അധ്യാപകരിൽ പലരും ആത്മഹത്യയുടെ വക്കിലാണ്. അത്ര ബുദ്ധിമുട്ടിൽ കഴിയുന്നവരുണ്ട്. അത് എനിക്ക് നേരിട്ട് അറിയുന്ന ഒരുപാട് അധ്യാപകർ ഇതിനകത്തുണ്ട്. അവരുടെ കുടുംബ പശ്ചാത്തലം അറിയുന്നവരുണ്ട്. കാരണം ഒരാളിൻ്റെ ശമ്പളത്തിൽ മാത്രം വീട്ടിലെ മുഴുവൻ ചെലവുകളും നടന്നു പോകുന്ന, അച്ഛനമ്മമാരുടെ ചികിത്സ നടക്കുന്ന, ലോൺ അടയ്ക്കേണ്ട, കുട്ടികളുടെ വിദ്യാഭ്യാസം നടക്കേണ്ട ഒത്തിരി അധ്യാപകരുണ്ട്. അവർ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. അത് ഏതായാലും ഇത് സമൂഹം ഏറ്റെടുക്കേണ്ട ഒരു വലിയ വിഷയമാണ്. തങ്ങളുടേതല്ലാത്ത കാരണത്താൽ നീതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് അധ്യാപകർ അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചു. സമരത്തിലിറങ്ങിയ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുവാൻ തയ്യാറാവാതെ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തവരെ അധ്യാപകരുടെ വേഷം കെട്ടിച്ച് സ്കൂളിൽ കയറ്റി വിദ്യാർത്ഥികളെ പഠിപ്പിക്കുവാൻ മാനേജ്മെന്റ് ശ്രമിക്കുന്നതിനെതിരെ വൻ പ്രതിഷേധം നടന്നു. ശമ്പളം ഇല്ലാതിരുന്നിട്ട് കൂടി കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വരെ അവരുടെ ഉത്തരവാദിത്വം എന്നുള്ള നിലയിൽ അവിടുത്തെ കുട്ടികളെ പഠിപ്പിച്ച് പരീക്ഷയ്ക്ക് സജ്ജരാക്കി, SSLC പരീക്ഷയ്ക്ക് എഴുതുന്ന തരത്തിലേക്ക് അവരെ എല്ലാവരെയും സജ്ജരാക്കിയതിനു ശേഷം 5 മാസക്കാലമായിട്ടും ശമ്പളം കിട്ടാത്തൊരു ദുരവസ്ഥ വന്ന സമയത്താണ് അവർ പരസ്യമായ സമരരംഗത്തേക്ക് വന്നത്. കഴിഞ്ഞ 2 ദിവസമായി അവർ DO ഓഫീസിന്റെ മുന്നിൽ ധർണയിരുന്നു. DO അവരെ അറിയിച്ചത് ഇത് എനിക്കൊന്നും പരിഹരിക്കാൻ കഴിയുന്ന സാധനമല്ല, മുകളിലോട്ട് ഓരോ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ഓരോരോ നിർദ്ദേശങ്ങൾ ഓരോ ദിവസവും വരും. അത് ഓരോ ദിവസം കഴിയുന്നവരും വഷളായിക്കൊണ്ട് വരുന്ന സാഹചര്യമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേവലം SCV BHS മാത്രമല്ല SSVയും പനേറയും പോലുള്ള സ്കൂളുകളിലേക്ക് ഏതാണ്ട് 150ഓളം വരുന്ന അധ്യാപകരുടെ ശമ്പളം മുടങ്ങുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അധ്യാപകരാണ്, അവർ സമൂഹത്തിൽ മാന്യമായിട്ട് ജീവിക്കേണ്ടവരാണ്. അവർക്ക് ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണുള്ളത്. അപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിനും സർക്കാരിനും ഒന്നും ഇതിൽ ഒളിച്ചോടാൻ സാധിക്കില്ല. ഏതെങ്കിലും ഒരു തരത്തിലുള്ള ശക്തമായ നിലപാട് ഈ കാര്യത്തിൽ എടുത്തേ പറ്റൂ. ആരാണ് ഇത് പരിഹരിക്കേണ്ടത്? അധ്യാപകരുടെ ശമ്പളം മുടങ്ങിയതിന് ആരാണ് ഉത്തരവാദികൾ? ആ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അവർ ക്ലാസ്സിൽ വരുന്നു, പഠിപ്പിക്കുന്നു, കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുന്നു, മടങ്ങിപ്പോകുന്നു. ആ ശമ്പളം കിട്ടുന്നതിനുള്ള ബാക്കി ഉള്ള കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടുന്ന ആൾക്കാർ അത് ചെയ്യാതിരിക്കുമ്പോൾ അതിൽ ഇടപെട്ടുകൊണ്ട് അതിന് പരിഹരിക്കേണ്ടവരാണ് ഉന്നത ഉദ്യോഗസ്ഥർ. DO ഓഫീസായാലും DD ഓഫീസായാലും DG ഓഫീസായാലും കേരളത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അടിയന്തരമായി ഇടപെട്ട് ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്നുള്ളതാണ്. ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഈ സ്കൂളിൽ 140ഓളം കുട്ടികളാണ് ഇത്തവണ SLC പരീക്ഷ നേരിടുന്നത്. ഫിറ്റ്നസ് പോലും ഇല്ലാത്ത സ്കൂളിൽ കുട്ടികൾ എങ്ങനെ SLC പരീക്ഷ എഴുതും എന്നാണ് പൊതുജനത്തിന്റെ സംശയം. വിദ്യാഭ്യാസ വകുപ്പിന്റെ അനുമതിയില്ലാതെ അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത പോലും ഇല്ലാത്തവരെ അധ്യാപകരാക്കി സ്കൂൾ പഠന പ്രവർത്തനങ്ങൾ നടത്തുന്ന സ്കൂൾ മാനേജ്മെന്റിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് ശ്രീ ചിത്രവിലാസം ശാരദവിലാസം സ്കൂളിലെ മുഴുവൻ അധ്യാപകരും അനധ്യാപകരും സ്കൂൾ ഓഫീസിൽ പ്രതിഷേധാത്മകമായി ഒത്തുകൂടി. 24 അധ്യയന വർഷത്തിലെ ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട് ഫിക്സേഷൻ ഈ സ്കൂളിന് നടത്തി കിട്ടിയിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ 5 മാസമായി അധ്യാപകർ അനധ്യാപകരും ശമ്പളമില്ലാത്ത ഒരവസ്ഥയിലാണ് നീങ്ങുന്നത്. ഇന്നിപ്പോൾ ഈ ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള കാരണം എന്തായാലും ജനുവരി 31-നുള്ളിൽ ശമ്പളം ലഭ്യമാകാത്ത ഒരു സാഹചര്യമുണ്ട് എങ്കിൽ ഫെബ്രുവരി 1 മുതൽ പ്രക്ഷോഭ പരിപാടികളുമായി നീങ്ങുമെന്നാണ് അധ്യാപക സംഘടനകൾ എന്നെ അറിയിച്ചിരുന്നത്. എന്ന് പറഞ്ഞാൽ ജനുവരി 31-നുള്ളിൽ ശമ്പളം ലഭ്യമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ഒരു അവസ്ഥ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യപ്പെടില്ലായിരുന്നു. എന്തായാലും അധ്യാപകരുടെയും അനധ്യാപകരുടെയും, ഞാൻ ഉൾപ്പെടെയുള്ള അനധ്യാപക സംഘടനകളുടെയും എല്ലാം ശരിക്കും സിറ്റുവേഷൻ വളരെ മോശമായ ഒരവസ്ഥയിലാണ്. ഇത്തരത്തിലുള്ള ഒരു വേദി ഇവിടെ ഒരുങ്ങേണ്ടി വന്നു. എത്രയും പെട്ടെന്ന് ഫിക്സേഷൻ നടപടികൾ പൂർത്തിയാക്കി അധ്യാപകർക്ക് ശമ്പളം കിട്ടുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അധ്യാപകർ ഈ ഒരു അവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ കുട്ടികളുടെ കാര്യം വളരെ പരിതാപകരമായിരിക്കും. ജനുവരി വരെ അവർ കുട്ടികളോടൊപ്പം ഉണ്ടായിരുന്നു. പക്ഷേ ഇനിയുള്ള മാസക്കാലം കുട്ടികളുടെ റിവിഷനും പരീക്ഷയും ഒക്കെ
നടക്കുന്നൊരവസരത്തിൽ അധ്യാപകരുടെ ഇല്ലാത്തൊരവസ്ഥ കൂടുതൽ പ്രതിസന്ധികളിലേക്ക് നയിക്കും. ഇത്ര മാത്രമേ എനിക്കിപ്പോൾ തൽക്കാലം പറയാനുള്ളൂ. ട്യൂട്ടോറിയലിൽ നിന്ന് അധ്യാപകരെ വിളിച്ച് പഠിപ്പിച്ചതാണോ എന്ന് എനിക്കറിയില്ല. ട്യൂട്ടോറിയൽ പഠിപ്പിക്കുന്നുണ്ടോ അധ്യാപകരെന്ന് അറിയില്ല. മാനേജ്മെന്റ് ഡെയിലി വേജ് എന്ന നിലയിൽ ഈ പ്രതിസന്ധി ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അധ്യാപകരെ കൊണ്ടുവന്നിരുന്നു. പക്ഷെ അവർ ഇന്നലെ പഠിപ്പിക്കുകയൊന്നുമില്ല, അധ്യാപകരെല്ലാം പഠിപ്പിച്ചു കഴിഞ്ഞതാണ്. അവർ ക്ലാസ്സിൽ കയറിയിരുന്നു. ഇന്നും ഇപ്പോൾ അവര് വന്നിരുന്നു. പക്ഷെ ഇവിടുത്തെ അധ്യാപകരെല്ലാവരും കൂടി വന്ന് അവരോട് പറഞ്ഞതിന് ശേഷം അവര് പോവുകയാണ് ഉണ്ടായത്. ക്ലാസ്സിലില്ല എന്നാണ് എന്റെ അധ്യാപകരെല്ലാം എന്റെ ചുറ്റും ഇരിക്കുന്നത് കൊണ്ട് ഞാൻ മറ്റു ക്ലാസ്സുകളിലേക്ക് പോയില്ല, നോക്കിയിട്ടില്ല. ഇതാണ് സാഹചര്യം. കഴിഞ്ഞ 2 വർഷക്കാലമായി SSLC പരീക്ഷയിൽ 100% വിജയം നേടാൻ ഈ വിദ്യാലയത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ വിദ്യാലയത്തിലെ അധ്യാപകരുടെ അശ്രാന്ത പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഈ 100% വിജയത്തിലേക്ക് ഈ വിദ്യാലയത്തെ എത്തിക്കാനായിട്ട് സാധിച്ചത്. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, കഴിഞ്ഞ 5 മാസക്കാലമായി ഈ വിദ്യാലയത്തിലെ അധ്യാപകർക്ക് ശമ്പളമില്ലാത്തൊരു സാഹചര്യമാണ്. ഇത് ബോധപൂർവം സൃഷ്ടിക്കപ്പെട്ട ഒരു സാഹചര്യം. ഈ വിദ്യാലയത്തിന് ഈ കെട്ടിടങ്ങൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നേടിയെടുക്കാനും അതിലൂടെ ഈ വർഷത്തെ ഫിക്സേഷൻ നടത്തുന്നതിനും മുൻകൈ എടുക്കേണ്ട മാനേജർ അതിന് തയ്യാറാകാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ വിദ്യാലയത്തിൽ അധ്യാപകരുടെ ശമ്പളം തടയുകയും ഈ വിദ്യാലയത്തിൽ ഇന്ന് ഉണ്ടായിട്ടുള്ള ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അധ്യാപകരെ സംബന്ധിച്ച് അവര് കുറച്ചു നാളായിട്ട് ചില പ്രതിഷേധത്തിന്റെ പാതയിലാണ്. ആ പ്രതിഷേധത്തെ മറ്റു പല മാർഗങ്ങൾ ഉപയോഗിച്ച് മൂടി വയ്ക്കാനും അതില്ലാതാക്കാനുമാണ് ശ്രമിക്കുന്നത്. ഇന്ന് തന്നെ അധ്യാപകർ ക്ലാസ്, അതായത് ഫിറ്റ്നസ് ഇല്ലാത്ത ക്ലാസ് മുറികളിൽ കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കരുത് എന്ന DGയുടെ നിർദ്ദേശത്തെ മറികടന്നുകൊണ്ട് ചില പുറത്തു നിന്നുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് ക്ലാസ് എടുക്കുന്ന ഒരു രീതിയിലേക്ക് ഇന്ന് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇത് ഇവിടെ ഈ പ്രശ്നങ്ങളെ കൂടുതൽ വഷളാക്കുന്നതിനെ സഹായിക്കുകയുള്ളൂ. ജീവിതാവസ്ഥ വളരെ പരിതാപകരമാണ്. വീട്ടിൽ ഒരാളുടെ ശമ്പളത്തിൽ, എന്റെ ശമ്പളത്തിലാണ് വീട് നടന്നു പോകുന്നത്. ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മളിപ്പോ ഓഫീസും സ്തംഭനാവസ്ഥയിലാണ് ഇവിടെ. SSLC പരീക്ഷ ഉൾപ്പെടെ വരികയാണ്. കുട്ടികളുടെ കാര്യം എന്താണെന്ന് അറിയത്തില്ല. KSTA, KPSTA, NTU, KAMA അധ്യാപക സംഘടനകളുടെ പിൻബലത്തോടെയാണ് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. ഭാരത് ഭൂഷൺ, ചിറയൻകീഴ്.